നാട്ടുകുളിഷന്റെ ന്യൂസ് എച്ച് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ. സ്നേഹതീരം ഡയാലിസിസ് സെന്ററും കുണ്ടലക്കാട് സോപ്പന്നിക ട്രസ്റ്റും സംയുക്തമായി വൃക്കരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. എൻ ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. വൃക്ക സംരക്ഷിക്കുക, ജീവൻ നിലനിർത്തുക എന്ന സന്ദേശവുമായി കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിന്റെ സഹകരണത്തോടെ സ്നേഹതീരം ഡയാലിസിസ് സെന്ററും കുണ്ടലക്കാട് സോപ്പന്നിക ട്രസ്റ്റും കോട്ടോപ്പാടം കാലടി അബ്ദു ഹാജി ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റും സംയുക്തമായി വൃക്കരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. കോട്ടോപ്പാടം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ക്യാമ്പ് എൻ ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്ര ജസീൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ A അബൂബക്കർ മുഖ്യ അതിഥിയായി. സ്നേഹതീരം കോർഡിനേറ്റർ മോഹൻ ഐസക് മുഖ്യപ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ MP സാദിഖ്, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്ലടി അബൂബക്കർ, PT പ്രസിഡന്റ് KT അബ്ദുള്ള, ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഫീന റഷീദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പടവിൽ മാനു, ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ കോർഡിനേറ്റർ A ഫൈസൽ ബാബു, സോപ്പന്നിക ട്രസ്റ്റ് പ്രസിഡന്റ് പറമ്പത്ത് മുഹമ്മദ് അലി, സെക്രട്ടറി PM മുസ്തഫ, NSS പ്രോഗ്രാം ഓഫീസർ N ഹബീബ് റഹ്മാൻ, TP സജ്ജാദ്, ഗോപി പാറക്കോട്ടിൽ, C കൃഷ്ണൻകുട്ടി, P മുനീർ എന്നിവർ പ്രസംഗിച്ചു. ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിൽ പ്രവർത്തന ഫണ്ടിലേക്കുള്ള പ്രാദേശിക ധന സമാഹരണത്തിലേക്ക് ഗേറ്റ്സ് പ്രസിഡന്റ് ഹമീദ് കുമ്പത്തിൽ നിന്നും ആദ്യ സംഭാവന സ്വീകരിച്ചു. അണ്ടർ സബ് ജൂനിയർ ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച നിധിലിന് സോപ്പന്നിക ട്രസ്റ്റിന്റെ ഉപകാരം N ഷംസുദ്ദീൻ MLA സമ്മാനിച്ചു. ക്യാമ്പിൽ 300ഓളം പേർ പങ്കെടുത്തു. ക്യാൻസർ രോഗികളുടെ അവസ്ഥ അങ്ങനെയാണ്. അപൂർവമായി 1-2 ഒക്കെയാണ് ഒരു പഞ്ചായത്തിലുണ്ടായത്. എന്നാൽ ഇന്ന് ആ രംഗത്തുണ്ടായ വർധനവ് അതൊരിക്കലും ഒരു ഗുണകരമായ സംഗതിയല്ല. ആ രംഗത്തുണ്ടായ വർധനവ് വളരെയേറെ. ഇന്നൊരു വാർഡിൽ ജനപ്രതിനിധികൾ, ഇവിടെ പ്രസിഡന്റ് പറഞ്ഞു, മറ്റു മെമ്പർമാരൊക്കെ ഞങ്ങളൊക്കെ നിരന്തരമായിട്ട് പല കാര്യങ്ങൾക്കും ബന്ധപ്പെടുന്നുണ്ട്. ഡയാലിസിന് അതുപോലെ തന്നെ കളർ നിറഞ്ഞ പാനീയം, കളർ ഫുഡിൽ ചേർക്കുന്ന മാരകമായ കളറുകൾ, ഇതൊക്കെയാണ് നമ്മുടെ കിഡ്നിയെ ഇങ്ങനെ വീക്കാക്കുന്നത്. ചിലരുടെ ശരീരത്തിന് പ്രതിരോധിക്കാൻ കുറച്ച് കൂടുതൽ കഴിവുണ്ടാവും. എന്നാൽ ചില ശരീരങ്ങൾക്ക് സഹജമായി അങ്ങനെ പ്രതിരോധം ഉണ്ടാവില്ല. അവരാണ് പെട്ടെന്ന് ഈ രോഗത്തിന് വഴിപ്പെടുന്നത്. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകുളിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.